ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഒരു കുട്ടി അപ്ഡേറ്റ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ പറയാം, വണ്ടി എന്തായാലും നമ്മൾ പണിയാൻ കയറ്റി. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ കൊടുക്കാം. എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത്. ഇത്രയും ഒരു 4 വീഡിയോസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആ 4 വീഡിയോസിന് ഒരു ചെറിയ റീക്യാപ്പ് പോലെ ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. സോ അത് കണ്ടിട്ട് പോകാം. ആസ് യു ഓൾ ഗൈസ് നോ, ഇത് നമ്മുടെ 2015 BS3 RC 200 ആണ്. വണ്ടി ഫുള്ള് റീബിൽഡ് ചെയ്യാനായിട്ട് എടുത്ത ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മുടെ വണ്ടിയിലെ ബാറ്ററി 5 വർഷത്തിന് മുന്നേ ഞാൻ ഊരി വെച്ചിട്ടാണ് പോയത്. 2 തവണ റീചാർജ് ചെയ്തെങ്കിലും ഇത്തവണ വന്ന് നോക്കിയപ്പോൾ ബാറ്ററി ഇസ് ഡെഡ്. അപ്പോൾ നമ്മളതും മാറ്റി. ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. നമ്മൾ കൊല്ലത്തുള്ള ടയർ പാലസിൽ വന്നിട്ട് വണ്ടിക്ക് വേണ്ട ഒരു ടയർ വാങ്ങിയായിരുന്നു. മിഷലിൻ്റെ ഒരു നൈലോൺ ടയറാണ് നമ്മൾ വാങ്ങിയത്. ഇതാണ് നമ്മളെടുത്ത മിഷലിൻ്റെ ടയർ. ഇത് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മൾ വണ്ടി ഫുള്ള് തൂത്ത് വൃത്തിയാക്കി തുടച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. അങ്ങനെ വണ്ടി വന്നു. നമ്മൾ നമ്മുടെ വണ്ടി കയറ്റി വണ്ടി അങ്ങനെ ഫൈനലി കയറ്റിയും ഷോറൂമിൽ എത്തിച്ചു. സർവീസിന് കയറ്റാനായിട്ട് ഫുൾ ബിൽഡ് ചെയ്യുന്നത് നമ്മളെ ഷോറൂമിലാണ്. സോ ഇതാണ് ഇതുവരെയുള്ള വീഡിയോസിൻ്റെ ഒരു ഐഡിയ. ഇതുവരെ നമ്മൾ എന്തൊക്കെ വീഡിയോസാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ. സോ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരുപാട് സന്തോഷമുള്ള വീഡിയോ എന്ന് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമായി. 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് എനിക്ക് ഷോറൂമിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ വണ്ടി ഇന്ന് സർവീസിന് കയറ്റാൻ, അതായത് നമ്മുടെ സർവീസ് ചെയ്യുന്ന ബേയിലോട്ട് കയറ്റുവാണ്. അത് കയറ്റിക്കഴിഞ്ഞാൽ വൺസ് കയറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് പണിഞ്ഞിട്ട് ഇറക്കൂ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഇന്നെനിക്ക് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ എപ്പോഴും വരേണ്ട കാര്യമില്ല, അവരതിനുള്ള വീഡിയോസ് അയച്ചു തരാൻ സമയം കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോസ് അയച്ചു തന്നു. അപ്പോൾ ഇന്ന് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇപ്പോൾ ടാങ്ക് മാറ്റി ഫിൽറ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടി ഇറക്കി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുവാണ്, കിറ്റും കാര്യങ്ങളും എല്ലാം. എന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോ അയച്ചു തന്നു. അതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. അത് ഞാൻ ഇതിന് ശേഷം പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അയച്ചു തന്ന വീഡിയോ. വണ്ടി ഫുള്ള് അഴിച്ച് പുതിയ ടാങ്ക് വെച്ചു. ഇരിക്കുന്ന പുതിയ ടാങ്കാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വണ്ടിയുടെ ആ ബാക്കിയുള്ള സ്ഥലത്തെ ആ ഒരു കളറും ആ ടാങ്കിൻ്റെ ആ ഒരു തിളക്കവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ടാങ്കിൻ്റെ അടിയിലാണ് ഫ്യൂൽ പമ്പ് വരുന്നത്. അത് നമ്മൾ പുതിയത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി വെച്ചേക്കുന്ന ടെമ്പററി ബാറ്ററിയാണ്, ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പുതിയ ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എന്നെപ്പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വണ്ടിയെ സ്നേഹിക്കുന്ന കുറച്ച് പേരാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വിളിച്ച് ചോദിച്ചു മറ്റേ അടിയിലത്തെ ഒരു പീസില്ലേ, അത് പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. അത് നാളെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അവരെന്തായാലും വിളിക്കാം. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വർക്ക് കഴിയുമായിരിക്കും. ജസ്റ്റ് റണ്ണിങ്ങിന് വേണ്ട രീതിയിലുള്ള വർക്ക് കഴിയുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അവർ അപ്ഡേറ്റ് ചെയ്യും. ഓരോ വർക്ക് ചെയ്യുമ്പോഴും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഇന്ന കാര്യം മാറ്റണം അങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞത് വണ്ടി ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക, എന്നിട്ട് വണ്ടിയിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ പറയാം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, റൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. പിന്നെന്താ, വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വണ്ടിയുടെ ബിൽഡിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റാ ഹാൻഡിലിൽ ഇടുന്നതായിരിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും യൂട്യൂബിലും ഇടാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെന്താണ്, അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് ഇത് പാർട്ട് 5 ആയിരിക്കും ബിൽഡിൻ്റെ. പാർട്ട് 6 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ സുബോമഗി സൈനിങ് ഓഫ്. ബൈ.